ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഡ്രോയിങ് ചെയ്തിട്ട് പേരെഴുതുന്നൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ കുറേ പേര് നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ വീഡിയോസ് ഇടുന്നതിൻ്റെ താഴെ കുറേ പേര് കമൻ്റ് ഇടുന്നുണ്ട് അവരുടെ ഓരോ ഡ്രോയിങ്സ് വരക്കണം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ നമുക്ക് ഒരു ഷോർട്സിൽ ഒരാളുടെ അല്ലേ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഏത് ഷോർട്സ് ഇടുമ്പോഴും അതിനെല്ലാം താഴെ കുറേ പേര് പരാതിയായിട്ടും പറയാറുണ്ട് അവരുടെ വരച്ചില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ നമുക്കൊരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്താൽ ആ വീഡിയോയിൽ നമുക്ക് കുറച്ചധികം ആൾക്കാരുടെ ഡ്രോയിങ്സ് ഉൾപ്പെടുത്താമല്ലോ എന്ന്. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കുറേ കൂട്ടുകാർ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അടുത്ത വീഡിയോ ഇടാമെന്ന്. എല്ലാവർക്കും വീഡിയോസും ഡ്രോയിങ്സൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് കമൻറ്റിലൂടെ അറിയിക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അതൊക്കെ കാണുമ്പോഴാണ് എനിക്ക് കൂടുതലായിട്ട് വരക്കണമെന്ന് തോന്നുന്നതും. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഡ്രോയിങ് വരയ്ക്കുമ്പോൾ അധികം വരച്ച് കഴിഞ്ഞ് ഡ്രോയിങ് പെയിൻറ്റിംഗ് ഒക്കെ കൊടുത്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ നെയിമൊക്കെ കൊടുത്തു കഴിഞ്ഞ് നമ്മൾ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനിരിക്കുന്ന സമയത്ത് വോയിസ് കൊടുക്കുമ്പോൾ സംസാരിക്കാൻ എനിക്ക് കൂടുതലും സംസാരിക്കുക എന്ന് പറയില്ല. എൻ്റെ വീഡിയോസൊക്കെ കണ്ടാൽ എല്ലാവർക്കും അറിയാം അധികമായിട്ടും അപ്പോൾ പിന്നെ അതൊക്കെ കൂടുതലായിട്ടുണ്ടാവും. ഓരോന്ന് പറഞ്ഞു വരുമ്പോൾ ഇനി അടുത്ത് എന്താ പറയേണ്ടത് പറഞ്ഞു തന്നെ ആവർത്തിക്കുന്നു. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പം നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ കറക്റ്റായിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും കുറേ അപ്പോയും പിന്നെയൊക്കെ ഉണ്ടാവും. എല്ലാവരും ക്ഷമിക്കുക. മുന്നോട്ടുള്ള ഓരോ വീഡിയോസ് കുറച്ചും കൂടി ബെറ്ററായിട്ട് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ സാധാരണ ഞാൻ എന്താ പറയുക, നേരിട്ട് സംസാരിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാം ഞാൻ ഒരുപാട് സംസാരിക്കുന്ന ആളാണ്. സംസാരിക്കാൻ വിഷയത്തിനൊന്നും ഒരു പഞ്ഞുമില്ലാത്ത ആളാണ്. പക്ഷേ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് സംസാരിക്കുക, നമ്മുടെ മുന്നിൽ ഒരാളില്ലാത്തതുകൊണ്ടായിരിക്കും. ഇപ്പോൾ റെക്കോർഡ് ചെയ്യല്ലേ, അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് സംസാരിക്കാനൊന്നും വാക്കുകളൊന്നും കിട്ടില്ല. അപ്പോൾ പറഞ്ഞത് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ സ്വന്തം സബ്സ്ക്രൈബേഴ്സ് ക്ഷമിക്കുക. ഓരോ വീഡിയോസായിട്ട് നല്ലതായിട്ട് ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ ഡ്രോയിങ്സിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഡ്രോയിങ്സൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കമൻറ്റിലൂടെ അറിയുന്നുണ്ട്. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ സൗണ്ടൊക്കെ കുറച്ച് ക്ലാരിറ്റി കുറവായിരിക്കും. ഇവിടെ ഭയങ്കര മഴയൊക്കെയാണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ അലക്കുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടാവും. അപ്പോൾ അമ്മ ഇവിടെ അലക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സൗണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. ഭയങ്കര മഴയാണ്. നിങ്ങളവിടെയൊക്കെ മഴയുണ്ടോ? കുറേ ദിവസമായിട്ട് മഴയൊക്കെ കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്നലെ തൊട്ട് ശക്തമായി മഴ പിന്നെയും വരാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ സൗണ്ടും റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മുടെ സൗണ്ടൊക്കെ ഭയങ്കര ഡള്ളായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും ക്ഷമിക്കുക. പിന്നെ ഡ്രോയിങ്സ് ചെയ്യുന്നതിൽ ചിലവർ പറയുന്നുണ്ട് എന്താ മുഖത്തെ ഫീച്ചേഴ്സ് ഒന്നും ആഡ് ചെയ്യാത്തതെന്നുള്ളത്. അത് ഞാനൊരു കോൺസെപ്റ്റ് വെച്ച് എന്താ വെച്ചാൽ നമ്മൾ വരച്ച് കഴിയുമ്പം നമ്മളറിയാത്ത ആൾക്കാരുടെ, നമ്മളെ സബ്സ്ക്രൈബേഴ്സിനൊന്നും നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ വരക്കുന്നതല്ലേ, അറിയാത്ത ആൾക്കാരെ വരക്കുന്നതല്ലേ. അപ്പോൾ നമ്മൾ വരച്ച് കഴിയുമ്പോൾ അവർക്ക് അവരുടെ ഫേസ് വെച്ച് അവർക്ക് ഇമാജിൻ ചെയ്യാമല്ലോ. അങ്ങനെ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഡ്രോയിങ് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷേ കുറേ കൂട്ടുകാർക്കൊക്കെ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. ആരും നെഗറ്റീവ് ഒന്നും അങ്ങനെ പറയുന്നില്ല. പക്ഷേ ചില കൂട്ടുകാരുടെ സംശയം എന്താ ചെയ്യാത്തതെന്നുള്ളത് ഞാൻ ക്ലിയർ ചെയ്തു എന്നേ ഉള്ളൂ. ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ കുറേ കൂട്ടുകാർ ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്നറിയാം. പക്ഷേ ചിലവരൊക്കെ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യാനൊക്കെ മറക്കുന്നുണ്ട്, കമൻറ്റ് ചെയ്യാനും ഒക്കെ മറക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നമ്മൾ കൂടുതൽ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കമൻറ്റിലൂടെയൊക്കെ അറിയിക്കുക. കൂടുതലും കൂട്ടുകാരൊക്കെ റെസ്പോൺസ് ചെയ്യാറുണ്ട് നമ്മൾ വീഡിയോയിലൂടെ ചോദിക്കുന്നതൊക്കെ. അപ്പോൾ ഞാൻ മാക്സിമം അധികം ആൾക്കാർക്കും റിപ്ലൈ ഒക്കെ കൊടുക്കാറുണ്ട്. പക്ഷേ എല്ലാവർക്കും കൊടുക്കാൻ പറ്റാറില്ല. അപ്പോൾ ഞാൻ ഓരോ വീഡിയോയിലായിട്ട് പറയാം. എല്ലാവർക്കും വേണ്ടിയിട്ട് വീഡിയോയിലൂടെ പറയുമ്പോൾ എല്ലാവരും അറിയുമല്ലോ. അപ്പോൾ ഓരോരാൾക്കും റിപ്ലൈ തരാൻ പറ്റിയില്ലെങ്കിൽ ആരും സങ്കടപ്പെടുകയൊന്നും വേണ്ട. ഞാൻ എല്ലാവർക്കും ആയിട്ട് വീഡിയോയിൽ പറയുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ കമൻറ്റിനൊക്കെ റിപ്ലൈ കിട്ടിയില്ല എന്ന് വിഷമിച്ചിരിക്കുന്നവരാരും വിഷമിക്കണ്ട കേട്ടോ. പിന്നെ ഇന്നത്തെ ആദ്യത്തെ ഡ്രോയിങ് ആൾ കുറേ എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, വരക്കാത്ത എന്താണെന്ന് പറഞ്ഞിട്ട്. ഓരോ വീഡിയോ ഇടുമ്പോഴും പറയും എൻ്റെ വരച്ചില്ലല്ലോ, ഇന്നത്തേത് എൻ്റേതായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു എന്നൊക്കെ. പക്ഷേ നമ്മൾ പറഞ്ഞില്ലേ ഓരോ വീഡിയോയിൽ ഓരോന്നായിട്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ലേറ്റ് ആവുന്നത്. അപ്പോൾ ക്ഷമയോടെ കാത്തിരുന്നതിന് വളരെ താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ നെയിം ആരുടെയാണെന്ന് നോക്കാം അല്ലേ. ആളുടെ പേര് അശ്വതി എന്നാണ്. അശ്വതിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താഴെ കമൻറ്റ് ചെയ്യുക.
മാത്രമല്ല അശ്വതിന്ന് കമൻറ്റ് ചെയ്ത എല്ലാവർക്കും ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. സംസാരിക്കുമ്പോൾ റെക്കോർഡ് ചെയ്യുമ്പോൾ എനിക്ക് പിന്നെ വിഷയത്തിന് ദാരിദ്ര്യം എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൗണ്ട് ചെയ്യുക. ഞാൻ ഈ വീഡിയോയിൽ എത്ര പ്രാവശ്യം അപ്പോൾ പറയുന്നുണ്ട് പിന്നെയോ പറയുന്നുണ്ട് എന്നുള്ളത് അത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാൻ അത്രയും തവണ ഞാൻ അപ്പോയും പിന്നെയൊക്കെ പറയുന്നുണ്ടെന്ന് എനിക്ക് തന്നെ അറിയാം. പക്ഷെ അത് മാറ്റാൻ പറ്റുന്നില്ല. എന്താ പറഞ്ഞാൽ എന്താ പറയാന്നുള്ളത് അപ്പോൾ അടുത്ത ഇത് ആയിട്ട് പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ എന്തേലും അപ്പോൾ പിന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും ക്ഷമിക്കുക കേട്ടോ. ഇതൊക്കെ കുറച്ച് നല്ല വീഡിയോ ആയിട്ട് ഇടാം, ഇട്ടുകൊണ്ടിരിക്കാം. ഓരോ വീഡിയോ ആയിട്ട് നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ. കൂടെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇന്നത്തെ ഡ്രോയിങ്സിൽ രണ്ടാമതായി വരക്കുന്നത് ഒരു ഉമ്മച്ചിക്കുട്ടിയുടെ ഡ്രോയിങ് ആണ്. അപ്പോൾ ഞാനിത് നോക്കിയപ്പോൾ കമൻറ്റ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എന്ന് പറയുമ്പോൾ കുറേ പേര് കുറേ കമൻറ്റ് ഇടുന്നുണ്ട്. പക്ഷെ അതിൽ നമ്മൾ സ്ട്രൈക്ക് ചെയ്യുന്ന ഓരോ കമൻറ്റ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിലൊരാളാണ്. ഇയാളും കുറേ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോഴും അതിൻ്റെ താഴെ വന്നിട്ട് ഇന്നെൻ്റെ ഡ്രോയിങ് ചെയ്തില്ലല്ലോ, എന്താ ചെയ്യാത്ത പിണക്കുവാ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ലോങ് വീഡിയോ ഇടുമ്പോഴെന്തായാലും ഞാൻ വിചാരിച്ചിരുന്നു ആളുടെ പേര് ഇതിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൽ ആളുടെ പേരും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എനിക്ക് ഭയങ്കര വിലപ്പെട്ടതാണ്. അപ്പോൾ എന്തായാലും പറയാം. അതുമാത്രമല്ല നമ്മൾ ചാനൽ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരിത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും കാണാത്ത, ഇതുവരെയായിട്ടും കണ്ടിട്ടില്ലാത്ത കുറേ ആൾക്കാരുടെ സ്നേഹമൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. നമ്മളൊരിക്കലും കാണാത്ത ആൾക്കാരുടെ ഡ്രോയിങ്സൊക്കെയും പേരൊക്കെയാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ അതൊക്കെ അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കമൻറ്റ് ചെയ്ത എല്ലാവരും ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക. ഇതേപോലെ ലോങ് വീഡിയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു വീഡിയോ തന്നെ നമുക്ക് കുറച്ചധികം ആൾക്കാരുടെ ഡ്രോയിങ്സ് ഉൾപ്പെടുത്തിയിട്ട് കമൻ്റ് ഇടുന്ന എല്ലാവരുടെയും പെട്ടെന്ന് തന്നെ നമുക്ക് വരച്ച് തീർക്കാനും പിന്നെയൊക്കെ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ലോങ് വീഡിയോയുടെ കാര്യം സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ അഭിപ്രായങ്ങൾ പറയുക. ഇനിയും ലോങ് വീഡിയോ വേണോ വേണ്ടയോ എന്നുള്ളതൊക്കെ പറയാം. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോണ്ടാണ് എന്താ പറയുക അടുത്ത ഓരോ വീഡിയോ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ. ഇന്നത്തെ വീഡിയോയിൽ ഈ രണ്ടാമത്തെ ഡ്രോയിങ് വരക്കാൻ പറഞ്ഞ ആൾ കുറേ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടുതലും ഞാൻ കമൻറ്റ് നോക്കുമ്പോൾ ഇയാളുടെ പേരാണ് കാണുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ എന്തായാലും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വീഡിയോ ആൾ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആളുടെ പേര് മിർസ എന്നാണ്. മിർസ എന്ന് കമൻറ്റ് ചെയ്ത എല്ലാവർക്കും ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഡ്രോയിങ്സൊക്കെ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പിന്നെ കുറേ പേരുണ്ട് എന്താ പറയുക ആദ്യമായിട്ടായിരിക്കും നമ്മുടെ ചാനലിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ടാവുക. എന്നിട്ട് പറയും ഞാൻ കുറേ നാളായി കമൻറ്റ് ചെയ്യുന്നു, നിങ്ങളെന്താ വരക്കാത്തതെന്ന് പറഞ്ഞിട്ട്. അത് കാണുമ്പോൾ ഒരു ചെറിയ സങ്കടമുണ്ട്. കാരണം ആദ്യമായിട്ട് ഇടുന്ന കമൻറ്റാണ്. പിന്നെ അതിനു മുമ്പ് കുറേ കമൻറ്റ് ഇട്ട ആൾക്കാരുടെയൊക്കെ നമ്മൾ വരക്കാനും ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കാണുമ്പോൾ സങ്കടമുണ്ട്. പക്ഷേ കുഴപ്പമില്ല. എന്താ പറയുക നമ്മൾ ചെയ്യുന്നതിന് ഓരോ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കുമല്ലോ. എന്നാലും ചെറിയൊരു സങ്കടമുണ്ട്. പിന്നെ കമൻറ്റ് ചെയ്തവരാരും വിഷമിക്കുകയൊന്നും വേണ്ട. ഞാൻ എല്ലാവരുടെയും വരക്കാം. അതുകൊണ്ടാണ് ഞാൻ ലോങ് വീഡിയോ ആയിട്ട് വന്നത്. ഇതിലാകുമ്പോൾ കുറേ പേരുടെ ഉൾപ്പെടുത്താമെന്നുള്ള ഒരിതിൽ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഒരു ലോങ് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും സപ്പോർട്ട് ചെയ്യുക. മുന്നോട്ടും ഇതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. കമൻറ്റൊക്കെ ഇടാൻ ആരും മറക്കരുത്. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ വീഡിയോസ് ഇടുമ്പോൾ എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കണോ അതോ അങ്ങനെയുള്ളതും കൂടി കമൻറ്റ് ചെയ്യണേ. ഞാൻ പറഞ്ഞില്ലേ സംസാരിക്കാനുള്ള ടോപ്പിക്കിന് ഭയങ്കര ക്ഷാമമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഷെയർ ചെയ്യണേ. പിന്നെ നമ്മുടെ ചാനലിൽ അധികം ആൾക്കാർ ചെറിയ കുട്ടികളാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. കുട്ടികൾ തന്നെയാണ് പിന്നെ കൂടുതലും. പക്ഷെ എന്നാലും അതിൽ കുറച്ച് വലിയ ആൾക്കാരും കൂടി ഉണ്ടെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ അവർക്കും എൻ്റെ ഡ്രോയിങ്സൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയുന്നതിൽ. പിന്നെ വോയിസ് ഇടുന്നത് ചില വോയിസൊക്കെ ഞാൻ ഇടുന്നതിൽ ഭയങ്കര സ്പീഡ് കൂടുതലായിരിക്കും. അത് പെട്ടെന്ന് പറഞ്ഞു തീർക്കുന്നതാണ്. എന്താ പറഞ്ഞാൽ പറയുമ്പോൾ പിന്നെ തെറ്റിപ്പോകും എന്നുള്ളതൊക്കെ പേടിച്ചിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വോയിസ് റെക്കോർഡ് ചെയ്ത് ഇടുന്നതാണ്. പ്രോപ്പറായിട്ട് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്നതും ഒക്കെ ഞാൻ ഓരോന്നിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ചാനൽ തുടങ്ങിയതല്ലേ ഉള്ളൂ. എങ്ങനെയാണെന്നുള്ളത് കറക്റ്റായിട്ട് അറിയില്ല. എനിക്കറിയുന്ന പോലെ അത്യാവശ്യം നന്നായിട്ട് ചെയ്യുന്നുണ്ടെന്നാണ് വിശ്വാസം. പിന്നെ ബാക്കിയെല്ലാം എന്താ പറയുക നിങ്ങളെ കൂടി അഭിപ്രായങ്ങളൊക്കെ പറയാം. ഇന്നത്തെ ഈ ഡ്രോയിങ്സിലും ആളും കുറേ എനിക്ക് എന്താ പറയുക റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ ദിവസവും ഞാൻ ഇടുന്ന ഷോർട്സിൻ്റെ അടിയിൽ നോക്കുമ്പോൾ ഇതേപോലെ കുറച്ച് ആൾക്കാർ എപ്പോഴും കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്.
അപ്പോൾ അതിൽ ഒരു 3 ആളെയാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോയിലും നെയിമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടപ്പെടുന്നവരുണ്ടെങ്കിൽ സങ്കടപ്പെടേണ്ട. കാരണം ഇതേപോലെ ഞാൻ ലോങ് വീഡിയോ ആയിട്ട് ഇതിലും കൂടുതൽ ആൾക്കാരെ നെയിം വെച്ചിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. പക്ഷെ അത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എന്തായാലും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക, ഇങ്ങനത്തെ വീഡിയോ ലോങ് വീഡിയോ വേണോ വേണ്ടയോ എന്നുള്ളത്. പിന്നെ അഭിപ്രായങ്ങൾ എന്തായാലും പറയാൻ മറക്കരുത്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലോങ് വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് ഫുൾ ഡ്രോയിങ്സ് നമുക്ക് നല്ല രീതിയിൽ ഉൾപ്പെടുത്താനും പിന്നെ കൂടുതൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ നെയിം ഉൾപ്പെടുത്താനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ലോങ് വീഡിയോ ആയിട്ട് വന്നത്. എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എന്തായാലും നിങ്ങൾ കമൻറ്റിലൂടെ തന്നെ അറിയിക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 3 സബ്സ്ക്രൈബേഴ്സിൻ്റെ ഡ്രോയിങ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് 3ാമത്തെയാണ്. ആളുടെ പേര് ഒരു വെറൈറ്റി നെയിമാണ്, അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. പേര് എലോണ എന്നാണ്, പ്രൊനൗൺസിയേഷൻ അങ്ങനെ തന്നെയാണെന്നാണ് വിശ്വസിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും കമൻറ്റ് ചെയ്യും. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും വെയിറ്റ് ചെയ്യണേ. വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് താങ്ക്സ് കേട്ടോ.